കർണാടകയിൽ നടന്നതുപോലെ വ്യാപകമായ വോട്ടുകൊള്ള ഹരിയാനയിലും നടന്നുവെന്നാണ് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പുറത്തുവിട്ടത്. ഇന്ത്യൻ മോഡലിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് നിരവധി ആളുകൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ID കാർഡ് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. BJP നേതാക്കളായ ചിലരുടെ വീടുകളിൽ താമസിക്കുന്നവരുടെ എണ്ണം 100ഉം 200ഉം 500ഉം ഒക്കെയാണ്. ഞങ്ങൾ ഒരു മണ്ഡലത്തിൽ ജയിക്കാൻ തീരുമാനിച്ചാൽ കശ്മീരിൽ നിന്നാണെങ്കിലും ആളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഞങ്ങൾ ആളെ ചേർക്കും, വിജയിപ്പിക്കുമെന്ന ഗോപാലകൃഷ്ണൻ്റെ വീരവാദം വോട്ട് കൊള്ളക്കുള്ള തെളിവായി രാഹുൽ ഗാന്ധി ഉദ്ധരിക്കുകയുണ്ടായി. ഞങ്ങളുടെ ഗവൺമെൻറ് തന്നെ തിരിച്ചു വരും, BJP സർക്കാർ നിലവിൽ വരും, അതിലൊരു സംശയവും വേണ്ട. കാരണം ഞങ്ങൾക്കിവിടെ വ്യവസ്ഥകളുണ്ട്, ചില വ്യവസ്ഥകളുണ്ട്. എന്തായിരുന്നു ആ വ്യവസ്ഥ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. ഹരിയാനയിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടിൽ 8-1 വ്യാജമാണെന്ന് തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. ഇലക്ഷൻ കമ്മീഷൻ്റെ സഹായത്തോടെ നടക്കുന്ന ഒരു മാനിപ്പുലേഷനാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇലക്ഷൻ കമ്മീഷനും BJPയും ഒന്നിച്ചു ചേർന്ന് പ്രത്യേകമായ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ഇത്തരം മാൽ പ്രാക്ടീസുകൾ നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സ്പെസിഫിക്കായി ഈ വിഷയം അഭിസംബോധന ചെയ്യാൻ, അഡ്രസ്സ് ചെയ്യാൻ, മറുപടി നൽകാൻ BJPക്കോ ഇലക്ഷൻ കമ്മീഷനോ സാധ്യമല്ല. ഡെമോക്രസിയുടെ ആഘോഷത്തിൽ പങ്കാളികളാകൂ എന്നാണ് ബീഹാർ ഇലക്ഷൻ്റെ പരസ്യം ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. വാചകത്തിൻ്റെ താഴെ നിരവധി കമൻറ്റുകൾ വരുന്നു. അവരുടെ വിശ്വാസ്യതയെക്കുറിച്ച്, ആ വോട്ട് ചോരിയെക്കുറിച്ച് ആളുകൾ കമൻ്റ് ചെയ്യുന്നു. കാരണം വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഇലക്ഷൻ പ്രോസസ്സിനെ പറ്റി എല്ലാവർക്കും അഭിമാനമുണ്ടായിരുന്നു. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നല്ല രീതിയിൽ നടക്കുന്നു എന്ന് അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ആളുകൾക്കിന്ന് അപമാനമാണ്. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡ്